സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സെഷനിൽ പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും എതിർ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊരു പാഠഭേദവും അതുപോലെ തന്നെ ബാക്ക് ടു ബൈബിളിൻ്റെ അകത്തൊരു എപ്പിസോഡും നമ്മൾ ചെയ്തിരുന്നു. എതിർ പ്രാർത്ഥനകൾ അതെങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്നതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ പർട്ടിക്കുലർ സെഷനിലെ ഉത്തരം എന്താണെന്ന് മനസ്സിലാകും. ആ വീഡിയോ കണ്ടിട്ട് ചില പ്രേക്ഷകർ എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഈ എതിർ പ്രാർത്ഥനകളെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? എതിർ പ്രാർത്ഥനകളെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, പുറമേ നിന്ന് അവിശ്വാസികളായ ആരെങ്കിലും നമുക്കെതിരെ ചെയ്യുന്ന എന്തെങ്കിലും അവിചാരക്രിയയല്ല. ആത്മികരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവർ തന്നെ നമ്മുടെ ബ്ലെസ്സിങ്ങിനെ, അനുഗ്രഹങ്ങളെ, വഴികളെ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. ആത്മികർ കെട്ടുന്ന കെട്ടുകൾ എന്ന് പറയാം. അത് തത്വത്തിൽ ഒരു ആഭിചാരം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ അത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി കടക്കുന്നില്ല. എതിർ പ്രാർത്ഥനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചുരുക്കമായിട്ട് പറയാം, എങ്ങനെയാണ് എതിർ പ്രാർത്ഥനകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷത്തിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമ വിശ്വാസം, പുതിയ നിയമ അടിസ്ഥാനത്തിൽ ശത്രുതയോ പകയോ പിണക്കമോ ഉള്ള ഒരു പ്രവൃത്തിയും പുതിയ നിയമം അനുവദിക്കുന്നില്ല. ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുക എന്നാണ് പുതിയ നിയമം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ദോഷത്തിന് വേണ്ടിയോ, അത് നമ്മെ ഏറ്റവും ദ്രോഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് കൈപ്പോടുകൂടെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മെ എതിർക്കുന്നവരെ അനുഗ്രഹിക്കുക, അവരെ ദൈവം മാനസാന്തര അനുഭവങ്ങളിലേക്ക് നടത്തുവാൻ വേണ്ടി അവർക്ക് വേണ്ടി മനസ്സോട്, നല്ല മനസ്സോട്, ഒരു ദോഷം പോലും വരാൻ പാടില്ല എന്ന ചിന്തയോട് പ്രാർത്ഥിക്കുകയാണ് ഒരു നല്ല ഭക്തൻ്റെ ലക്ഷണം. അങ്ങനല്ലാതുള്ള പ്രാർത്ഥനകൾ പഴയ നിയമത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരുടെ പ്രാർത്ഥനകളാണ്. ഞാൻ ആ ഇട്ട വീഡിയോകളുടെ താഴെയൊക്കെ ആളുകൾ പഴയ നിയമത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിരുന്നു. പഴയ നിയമ ഉദാഹരണങ്ങൾ, പാസ്റ്ററെ ഇങ്ങനെയൊക്കെ വേദോസ്തത്തിൽ പറയാം, അതെല്ലാം പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ നമ്മെ ഏറ്റവും അധികം എതിർക്കുന്നവർ പോലും അനുഗ്രഹിക്കപ്പെടണം, ക്രിസ്തുവിനെ അറിയണം എന്നേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂട്ടുവിശ്വാസികളായ ആളുകൾ നമ്മെ എതിർത്താൽ എത്രയധികം നമ്മൾ ദൈവസന്നിധിയിൽ ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവസഭയെ എതിർത്തവരോ അല്ലെങ്കിൽ ദൈവദാസന്മാരെ എതിർത്തവരോ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലേ? അത് എതിർ പ്രാർത്ഥനയുടെ ഫലമല്ലേ? ആകണമെന്നില്ല. ഞാൻ എക്സാമ്പിൾസ് പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ചില ആളുകൾ ദൈവസഭയെ വെല്ലുവിളിച്ചവരുണ്ട്, ദൈവദാസന്മാരെ എതിർത്തവരുണ്ട്. അവരെ ദൈവം സമൂഹത്തിൻ്റെ നടുവിൽ ദൈവസഭയെ എതിർത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നിർത്തും. ഒരു ഉദാഹരണമായിട്ട്, അതായത് ശേഷമുള്ളവർക്ക് ഭയമുണ്ടാകാൻ. വേദോസ്തവത്തിൽ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. പത്രോസിൻ്റെ മുൻപിൽ വന്ന് വ്യാജം പറഞ്ഞ അനന്യാസിൻ്റെയും സഫീറയുടെയും അവസ്ഥ. പത്രോസ് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, പരിശുദ്ധാത്മാവിനോടാണോ നീ വ്യാജം ചെയ്യുന്നത്? പത്രോസ് എതിർ പ്രാർത്ഥനയൊന്നും നടത്തുകയല്ല ചെയ്തത്. പത്രോസിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഈ പറഞ്ഞത് വ്യാജമാണെന്ന് വെളിപ്പെടുത്തി. അങ്ങനെ ഒരു പണിഷ്മെൻ്റ് അവിടെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ അർത്ഥം പിന്നീടുള്ള എല്ലാ അപ്പോസ്തലന്മാരും ആ ഒരു രീതിയിൽ തെറ്റ് ചെയ്യുന്നവരെ ഈ പറഞ്ഞ സെമിത്തേരിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പുതിയ നിയമത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. അത് ഒരു വിധത്തിൽ പത്രോസിന് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളിൽ പലരും അത് ഉൾക്കൊള്ളുവാൻ പറ്റുകയില്ലെന്ന്, അതിനെ അംഗീകരിക്കുകയില്ലെന്ന്. പക്ഷേ അത് ശേഷമുള്ളവർക്ക് ഭയത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. പത്രോസിന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പുതിയ നിയമ വ്യവസ്ഥയിൽ ഒരു പക്ഷേ പത്രോസിന് പിന്നീട് സൈമൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലേ, ശമരിയയിൽ റിവൈവൽ ഉണ്ടായപ്പോൾ പത്രോസിൻ്റെ അടുക്കൽ ദ്രവ്യം കൊണ്ടുവന്ന മനുഷ്യൻ, അവനെ സെമിത്തേരിയിലേക്ക് വിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ വാക്കുകളിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. മറ്റൊരു സംഭവമാണ് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ പത്രോസിനെ തന്നെ കാരാഗ്രഹത്തിലിട്ട ഹേരോദാവിൻ്റെ മരണം അതേ അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പ്രസക്തമായ വിഷയമല്ല ഹേരോദാവിൻ്റെ മരണം. പക്ഷേ സഭയ്ക്ക് നേരെ കൈനീട്ടിയവൻ അവൻ്റെ ഭാവി എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിച്ചു. അതൊന്നും എതിർ പ്രാർത്ഥനയുടെ ഫലങ്ങളല്ല, മറിച്ച് ദൈവസഭയ്ക്കെതിരെ നിന്നവർ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കിയവർ അവരുടെ ജീവിതത്തിൽ ശേഷമുള്ളവർക്ക് ഭയമുണ്ടാകുവാൻ ദൈവം എന്ത് പ്രവർത്തിച്ചു എന്നത് വെളിപ്പെടുത്തി തന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇത് രണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവസഭയെ എതിർത്താൽ, സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കിയാൽ അതിൻ്റെ അനന്തരഫലം ഉണ്ടാകും. അതൊന്നും എതിർ പ്രാർത്ഥനകൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്. എതിർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ പുതിയ നിയമത്തിൽ പ്രമാണത്തിൽ നിൽക്കാതെ, അതായത് അവരുടെ ഈ പറഞ്ഞ അസൂയ, കോപം, ക്രോധം കൊണ്ടൊക്കെ കർത്താവെ എന്നോടത് സംസാരിച്ചവനെ വിടല് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അന്യൻ്റെ സ്വത്ത് മോഹിച്ച് അതിനകത്ത് കൊണ്ട് അഡ്വാൻസ് പൈസ ഇട്ട് പ്രാർത്ഥിക്കുന്ന പരിപാടി, ഇതിനെയൊക്കെയാണ് എതിർ പ്രാർത്ഥന എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചത്. അതൊരു തരം നമ്മൾ തന്നെ ആ വ്യക്തിയുടെ വഴികളെ അടയ്ക്കുന്ന ശാപപ്രാർത്ഥനകൾ പോലെയാണ്. അങ്ങനെ ശാപപ്രാർത്ഥന ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിലർ പറയത്തില്ലേ, എന്നോട് കളിച്ചാൽ ഞാൻ കാണിക്കും, ഞാൻ പോയി മുട്ടയിലിരിക്കും. അതൊരു എതിർ പ്രാർത്ഥനയാണ്. അപ്രകാരമുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ വ്യക്തി ദൈവഹിതമില്ലാത്ത വഴിയിൽ നടക്കുന്നു, അയാൾക്കൊരു അനർത്ഥമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ അനർത്ഥമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എതിർ പ്രാർത്ഥനയല്ല, ആ വ്യക്തിക്ക് കൊടുത്ത വാണിംഗ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിക്കുവാനുള്ള ഒരു വചനമുണ്ടല്ലോ, അത് എന്താണ് എന്ന ചോദ്യം. അത് എതിർ പ്രാർത്ഥനയാണോ? അല്ല, അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അവിടെയും നാം മനസ്സിലാക്കണം, ജഡസംഹാരത്തിന് സാത്താനെ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സഭയിൽ നിന്ന് മുടക്കുന്നതിനെയോ പുറത്താക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് സഭയുടെ അപ്പസ്തോലിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി കണ്ടിന്യൂസ് പാപം ചെയ്യുന്നുവെന്ന് ബോധ്യമാകുമ്പോൾ എടുക്കുന്ന ഒരു നടപടിയാണ്. ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാരകമാകുന്ന പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ ശേഷമുള്ളവർക്ക് ഭയത്തിനായിട്ട് അവരുടെ മേലെടുക്കുന്ന സഭയുടെ നടപടിയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും വീട്ടിൽ കുത്തിയിരുന്ന് ഇയാളെ ഞാൻ സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല. ആ വാക്യമൊക്കെ വെച്ചുകൊണ്ട് ചിലർ ഇതുപോലെ വീട്ടിലിരുന്ന് ചിലപ്പം പറയും, കർത്താവെ എന്നെ എതിർത്ത ആ വ്യക്തിയെ ഞാൻ സാത്താനെ ഏൽപ്പിക്കുന്നു. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഉള്ളിലുള്ളതല്ല. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ സഭയിൽ നിന്ന് തിരുത്തി നിർത്തുക, മുടക്കി നിർത്തുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രൊസീജിയർ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ പോയി കണ്ട് അവനുമായി സംസാരിക്കുക, അവനതിൽ നിന്ന് മാറി മാനസാന്തരപ്പെട്ടാൽ നല്ലത്. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ 2-3 സാക്ഷികളുമായി പോയി അവനെ തിരുത്തുവാൻ ശ്രമിക്കുക. അതിലും അവൻ ഫെയിൽ ആകുകയാണെങ്കിൽ പിന്നുള്ള അടുത്ത നടപടിയാണ് ശേഷമുള്ളവരുടെ ഭയത്തിനായി പബ്ലിക്കലി ഇവനെ പണിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ചർച്ച്, അപ്പോസ്തോലിക നേതൃത്വം, സഭാ നേതൃത്വം, അവൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആത്മിക ശുശ്രൂഷയുടെ അധികാരമുള്ളവർ ഒരാൾ സ്വാർത്ഥതയ്ക്കല്ല, സ്വന്തം ഇഷ്ടത്തിനല്ല അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ നിന്നെ മുടക്കുന്നു എന്ന് പറയുന്നതൊന്നും ഏക്കത്തില്ല കേട്ടോ. എന്നാൽ പ്രോപ്പർ പ്രൊസീജിയറിലൂടെ ഒരാളെ അങ്ങനെ തിരുത്തിയാൽ ആ തിരുത്തപ്പെട്ട വ്യക്തി ആ വിഷയത്തിൽ തെറ്റുകാരനാണെന്ന് സ്വർഗത്തിനും ബോധ്യമായാൽ ആ വ്യക്തിയുടെ മേലുള്ള സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ മാറിപ്പോകും. ആ വ്യക്തിയുടെ മേലുള്ള സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ ഇന്ന് ആ വ്യക്തിയെ സാത്താന് തൊടാൻ പറ്റാത്തത് അവൻ സഭാ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ കുടക്കീഴിൽ അവൻ മറയ്ക്കപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ ഒരു വ്യക്തിയെ ആ ഒരു പ്രൊട്ടക്ഷനിൽ നിന്ന് വെളിയിലേക്ക് വിടുന്ന നടപടിയാണ് ഈ പറഞ്ഞ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക. വൺസ് അങ്ങനൊരു ജനുവനായിട്ട് ഉള്ള പ്രൊസീജിയറിലൂടെ തെറ്റ് ചെയ്തെന്ന് ഉറപ്പ് സ്വർഗത്തിനുമുള്ള ഒരു വ്യക്തിയെ തിരുത്തി നിർത്തിയാൽ, അവൻ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ് തിരുത്തിയത് കേട്ടോ. മാനസാന്തരപ്പെട്ടാൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. മാനസാന്തരപ്പെടാത്തത് കൊണ്ട് തിരുത്തി നിർത്തിയാൽ
ആ വ്യക്തിയുടെ മേൽ പിശാചിന് പ്രവർത്തിക്കാൻ ഒരു അനുവാദം കിട്ടുകയാണ്, ഒരു അതോറിറ്റി കിട്ടുകയാണ്. ഒരുപക്ഷെ അവൻ പിശാച് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾക്ക് അടിമയാകും, അവൻ രോഗിയാകും, അവന് നഷ്ടങ്ങളുണ്ടാകും, അവന് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിമിത്തം അവൻ്റെ ജഡം, അതായത് അനുദപിക്കാൻ കഴിയാതിരിക്കുന്ന അവൻ്റെ ആ ജഡ സ്വഭാവത്തിന് ഒരു മാനസാന്തരമുണ്ടാകും. അതാണ് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനിലെ ജഡിക മനുഷ്യൻ, പിശാച് അവനെ ആക്രമിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട് പറയും, കർത്താവേ എന്നെ രക്ഷിക്കണം, അടി കിട്ടുന്ന എനിക്ക്, സാത്താൻ എന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു, എന്നെ സ്വീകരിക്കണം, എന്നെ തിരിച്ച് കൈക്കൊള്ളണം എന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അവൻ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ സഭയും അവൻ്റെ അനുതാപത്തെ അംഗീകരിച്ച് സഭയിലേക്ക് തിരിച്ച് ഭാഗമാക്കും. പൗലോസ് പറയുന്നില്ലേ, അവൻ ഇനി അധിക ദുഃഖത്തിൽ മുങ്ങിപ്പോകാതെ അവനെ തിരിച്ച് സ്വീകരിക്കണമെന്ന്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ അവനെ തിരിച്ച് സ്വീകരിക്കും. സാത്താൻ അവൻ്റെ മേലുള്ള അവകാശം മാറിപ്പോകും. ഇതാണ് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ മുടക്കിയാൽ സാത്താൻ അവൻ്റെ മേൽ അധികാരം കിട്ടുമോ? നമ്മൾ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായോ? ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുന്ന ഒരു ലെയർ ഓഫ് അതോറിറ്റിയുടെ ഒരു അനുഭവമാണത്. അതായത് സഭാ ശുശ്രൂഷകന്മാർക്ക്, സഭയ്ക്ക്, ഓരോ വിശ്വാസികളുടെ മേലുള്ള അധികാരത്തെയാണത് കാണിക്കുന്നത്. അത് നടക്കണമെങ്കിൽ, പൂർണ്ണമായി നിറവേറണമെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് ഞാനിതിനെ സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാലൊന്നും സംഭവിക്കത്തില്ല. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ വ്യക്തി തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട് സഭ ഒന്നിച്ചെടുക്കുന്ന നടപടികൾ, ആ വ്യക്തി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മാത്രമാണ് സ്വർഗം അതിനെ അംഗീകരിക്കാൻ പോകുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെട്ട മുടക്ക് കിട്ടിയിട്ടുള്ള വ്യക്തികൾ, ആ മുടക്ക്, ആ തിരുത്തൽ അത് അഴിക്കണമെങ്കിൽ ഏത് സഭയാണോ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മുടക്ക് കൊടുത്ത സഭ ജനുവനായിരിക്കണം, വചനപ്രകാരം നിൽക്കുന്നതായിരിക്കണം, വചനപ്രകാരമായിരിക്കണം ഈ നടപടി എടുക്കുന്നത്. ആ സഭയ്ക്ക് മാത്രമേ അത് അഴിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ ഇവിടുന്ന് മുടക്കിയെന്ന് പറഞ്ഞ് വേറൊരു സഭയിൽ ചെന്നിട്ട് അവിടുത്തെ പാസ്റ്റർ നീ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് സ്വീകരിച്ചാലൊന്നും ആ മുടക്ക് നിമിത്തമുള്ള സാത്താന്യ അധികാരം ഈ വ്യക്തിയുടെ മേൽ നിന്ന് പോകത്തില്ല, പൈശാചിൻ്റെ ക്ലെയിം പോകത്തില്ല. കാരണം വളരെ പ്രോപ്പറായിട്ടുള്ള വചനവ്യവസ്ഥ അനുസരിച്ചാണോ ഈ ശിക്ഷണ നടപടി സ്വീകരിച്ചത്, ആ വ്യക്തിയുടെ മേൽ ആ ശിക്ഷണ നടപടിയുടെ എഫക്റ്റ് ഉണ്ടാകും. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അനുഭവങ്ങളിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വരുന്നു. അനുഭവങ്ങളിൽ തെളിയിക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയട്ടെ. ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ചുകൊണ്ട് പലരെയും സമുദായങ്ങളിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മുടക്കഴിക്കാൻ അവർക്കേ പറ്റത്തുള്ളൂ എന്ന് അല്ല. കാരണം ദൈവവചനത്തിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട് നിങ്ങളെ മുടക്കിയത്, നിങ്ങൾ ദൈവവചനം അനുസരിച്ചുകൊണ്ടാണ് മുടക്കിയത്, അല്ല നിങ്ങൾ പാപം ചെയ്തതുകൊണ്ടല്ല. ആ മുടക്ക് സ്വർഗം അംഗീകരിക്കുന്നില്ല. അതൊരു മുടക്കല്ല, അത് ആ സംഘടനയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി. ആരുടെയെങ്കിലും സ്വാർത്ഥതയ്ക്കോ ഇഷ്ടത്തിനോ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ മുടക്കിയാൽ സ്വർഗം ആ മുടക്ക് അംഗീകരിക്കത്തില്ല. മറിച്ച് അത് ആ സംഘടനയിൽ നിന്ന് നിങ്ങളുടെ മെമ്പർഷിപ്പ് പോയെന്നേ അതിന് അർത്ഥമുള്ളൂ. ഞാൻ മടങ്ങി വരട്ടെ. ഇങ്ങനെ സാത്താനെ ഏൽപ്പിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ എനിക്കറിയാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ അറിയാവുന്ന ഒരു സ്ഥലത്ത്, എനിക്ക് പരിചിതനാകുന്ന ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തുണ്ടായ ഒരു അനുഭവം. അതായത് ആ ചർച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രേവായിട്ടുള്ള വലിയ പാപം ചെയ്തൊരു വ്യക്തിയെ, അദ്ദേഹത്തിന് മാനസാന്തര അനുഭവം ഇല്ലാത്തത് കൊണ്ട് സഭ ഒന്നിച്ചുകൂടി തീരുമാനമെടുത്ത് തിരുത്തി നിർത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ കുറേ നാളുകൾക്ക് കത്രമേശ എടുക്കാൻ പാടില്ല, സാക്ഷ്യങ്ങൾ പറയാൻ പാടില്ല, സഭയിൽ നിന്ന് തിരുത്തി നിർത്തുകയാണ്. ആ തിരുത്ത് ചില മാസങ്ങളിലേക്കായിരുന്നു, 6-7 മാസത്തേക്ക് 6 മാസത്തേക്ക് കണ്ട് അദ്ദേഹത്തെ തിരുത്തി നിർത്തുക. സഭയിൽ അറ്റൻഡ് ചെയ്യാം, വന്ന് പുറകിലിരിക്കാം, പക്ഷേ ആത്മിക ശുശ്രൂഷകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് സാധാരണ സഭകൾ തിരുത്തുന്നത്. അല്ല ചർച്ച വരില്ലെന്ന് പറയുന്ന പതിവൊക്കെ കുറവാണ്. കാരണം അതിനുള്ള അധികാരം നമുക്കില്ല. അവർ വരട്ടെ, അവരെവിടെ ഇരിക്കട്ടെ. പൗലോസൊക്കെ പറയുന്നത് നഷ്ടപ്പെടാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ഇവരെ മുടക്കുന്നത്. ഇയാൾക്ക് ചർച്ച വരാം, പക്ഷേ ആത്മിക ശുശ്രൂഷകൾ, അയാൾക്ക് പബ്ലിക് പ്രയറിൽ, അയാൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ജനത്തെ റെപ്രസെൻ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സാക്ഷ്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുക, അയാൾ സ്വത്രാഴ്ച ഇടാൻ പാടില്ല. അയാൾക്ക് കത്രമേശ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അയാളുടെ സ്വത്രാഴ്ച ഇങ്ങോട്ടും വീഴാൻ പാടില്ലെന്ന് നമ്മുടെ സഭകൾ തിരുത്തുമ്പോൾ തീരുമാനമെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും അയാൾക്ക് പങ്കെടുക്കാൻ പാടില്ല. അയാൾ വന്ന് അവിടെ ഇരിക്കാം. അങ്ങനെ തിരുത്തി നിർത്തിയൊരു വ്യക്തി ഒരു ചർച്ചിൽ ഇരിക്കുമ്പോൾ സഭയിൽ കത്രമേശ നടക്കുകയാണ്. ചില മാസങ്ങൾക്ക് ശേഷം കേട്ടോ, തിരുത്ത് പിൻവലിച്ചിട്ടില്ല, കത്രമേശ നടക്കുകയാണ്. ആ കത്രമേശ നടക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു അന്ന് ചർച്ചിൽ. അപ്പോൾ ചർച്ചിലെ ലോക്കൽ പാസ്റ്റർ കത്രമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം
അപ്പവീഞ്ഞുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പഴയ കാലമാകട്ടോ, ഈ അപ്പം പുരുഷന്മാരുടെ ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഗസ്റ്റ് പാസ്റ്ററെ ഏൽപ്പിച്ചു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് നമ്മുടെ ലോക്കൽ പാസ്റ്റർ പോയി. എന്താ സംഭവിച്ചതെന്നറിയാം? പുരുഷന്മാരുടെ ഭാഗത്തോട് ഈ അപ്പം കൊടുത്തിട്ട് ഈ ഗസ്റ്റ് പാസ്റ്റർ പോയപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ ഇതിനകത്ത് ആരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്, മുടക്കിയത് ആരെയാ മുടക്കാത്തത് ആരെയാ എന്നറിയത്തില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ റൊട്ടിയും കൊണ്ട് പോയ സമയത്ത്, അപ്പം കൊണ്ട് പോയ സമയത്ത് ഈ മുടക്കപ്പെട്ട വ്യക്തി പെട്ടെന്ന് മുട്ടുമേലിരുന്നിട്ട് അദ്ദേഹം അപ്പം എടുക്കാൻ വേണ്ടി കൈ നീട്ടി. ശ്രദ്ധിക്കണമേ നിങ്ങൾ. കാരണം അദ്ദേഹം ഓർത്തു ഞങ്ങളുടെ പാസ്റ്ററിലല്ലോ, ഈ പാസ്റ്റർക്ക് അറിയത്തില്ലല്ലോ എന്നെ മുടക്കിയതാണെന്ന്. കിട്ടിയ ചാൻസ് അപ്പം ഭക്ഷിക്കാമെന്നുള്ള ധാരണയിൽ അദ്ദേഹം ഒരു സൂത്രപ്പണി കാണിച്ചു. അദ്ദേഹം പെട്ടെന്ന് അപ്പം എടുക്കാൻ തയ്യാറായി. ഈ ഗസ്റ്റ് പാസ്റ്റർക്ക് അറിയത്തില്ല ഇയാൾ ആരാണെന്ന്. അങ്ങേപ്പുറത്ത് നിന്ന് നമ്മുടെ ലോക്കൽ പാസ്റ്റർ ഇത് കാണുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഈ ഗസ്റ്റ് പാസ്റ്ററോട് ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ച് കൊടുക്കല്ലേ, പക്ഷെ അദ്ദേഹം ഇത് കണ്ടില്ല. ഇദ്ദേഹം അപ്പം നീട്ടി ഈ പറഞ്ഞ വ്യക്തി ഈ അപ്പത്തെ സ്പർശിക്കുകയും ഇയാളെ പുറമോട്ട് ബോധരഹിതനായി വീഴുകയും ചെയ്തു. അത് സഭയ്ക്ക് ഭയങ്കര ഭയത്തിന് കാരണമായി തീർന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സഭകളിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം, ഞാൻ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ, ആ സഭയിൽ എനിക്കറിയില്ല അവിടുത്തെ വിശ്വാസികൾ ആരൊക്കെയാണെന്ന്. വചനം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദൈവദാസന്മാർക്കെതിരെ നീ കരമുയർത്തി, ദൈവത്തിൻ്റെ ശിക്ഷ നിൻ്റെ മേൽ വരാൻ പോകുക. ഇത് എതിർ പ്രാർത്ഥനയല്ല കേട്ടോ, സ്വർഗത്തിലെ ദൈവം തരുന്ന വാണിംഗ് ആണ്. മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കുകയാണ്. അയാളുടെ മേലൊരു വലിയ തിന്മയുണ്ട്. ഞാൻ ഇയാളുടെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഞാൻ ചുരുക്കത്തിൽ പറയാം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കൽ പാസ്റ്റർ എന്നോട് വന്നിട്ടുണ്ട്, പാസ്റ്റർക്ക് അയാളെ അറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല. അടുത്തുള്ള ചർച്ചിൽ നിന്ന് അവിടുത്തെ പാസ്റ്ററെ അടിക്കാൻ കസേര എടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടേനെ നമ്മുടെ സഭയെ വന്നിരിക്കുക. നമ്മൾ സ്വീകരിച്ചിട്ടില്ല കേട്ടോ, പുള്ളിയോട് വന്നിരിക്കുക. ആ വ്യക്തിയോടാണ് ഈ ദൂത് പറഞ്ഞത്. ചുരുക്കത്തിൽ പറയാം, 2 മാസത്തിനകം ആ ഭവനത്തിൽ ദാരുണമായ സംഭവങ്ങളുണ്ടായി. ദേശം ഞെട്ടി. കാരണം എന്താ? കാരണം അവിടെ ദൈവത്തിൻ്റെ ശിക്ഷയാണ്. ദൈവം ശിക്ഷിക്കും. വചനം അത് പഠിപ്പിക്കുന്നു. ഇബ്രായലേഖനം 12 പഠിക്കണം. അത് എതിർ പ്രാർത്ഥനയല്ല. അത് ഒരു മനസ്സാക്ഷിയുമില്ലാതെ ദൈവസഭയ്ക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ശിക്ഷയാണ്. അല്ലാതെ ആരെങ്കിലും ഒരാൾ, നോക്കണമേ, അപ്പോസ്തലനായ പൗലോസ് പത്രോസിനോട് പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാ, പറഞ്ഞില്ലേ? അതുകൊണ്ട് പൗലോസ് അടുത്ത ദിവസം വണ്ടി ഇടിച്ചാത്തോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്യത്തില്ല? കാരണം പൗലോസ് പറഞ്ഞത് കറക്റ്റാ. പൗലോസ് പത്രോസിൻ്റെ ജീവിതത്തിലുള്ള തെറ്റായ ഉപദേശത്തെയാണ് ഖണ്ഡിക്കുന്നത്. പൗലോസ് പത്രോസിനെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു ദൈവദാസൻ തെറ്റി എന്ന് കണ്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചെന്നിട്ട് പറയുകയാണ്, പാസ്റ്ററെ ഇത് വിഷയം ശരിയല്ല കേട്ടോ, ദൈവജനപ്രകാരം ശരിയല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ആ പാസ്റ്റർ പറയുകയാണ്, എനിക്കെതിരെ നീ സംസാരിച്ചില്ലേ, നിനക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ ആ അടിയൊന്നും കിട്ടത്തില്ല. അതല്ല എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വരാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ച് പറയുന്നത്. ഇനിയും പറയുന്നത്, ഈ വീഡിയോ ദീർഘമായി പോയാൽ നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. ഈ എതിർ പ്രാർത്ഥനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എതിർ പ്രാർത്ഥനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ നമ്മുടെ മേൽ അവകാശം പറയും. ഒരു വ്യക്തിയെ സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ജഡസംഹാരത്തിന് സാത്താനെ ഏൽപ്പിച്ചാൽ, സാത്താൻ അവൻ്റെ മേൽ എങ്ങനെയാണ് ക്ലെയിം കിട്ടുന്നത്? അവൻ പ്രൊട്ടക്ഷനിൽ നിന്ന് വെളിപ്പോയി. ഇതുപോലെ തന്നെ എതിർ പ്രാർത്ഥനകൾ പിശാചിന് നമ്മുടെ മേൽ അവകാശം പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മേൽ അവകാശം പറയാൻ വേണ്ടി. പിശാച് ഒരു നാണവുമില്ലാത്തവനാണ്. അവൻ എല്ലാ ദൈവമക്കളുടെയും അനുഗ്രഹത്തെ തടയുന്നവനാണ്. എല്ലാവരുടെ മേലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നവനാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കണ്ടിട്ടില്ലേ, നിരന്തരം കുറ്റം ചുമത്തുന്ന അപവാദി. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പറഞ്ഞാണ് പക്ഷേ പിശാച് പലപ്പോഴും നമ്മളെ കുറ്റം ചുമത്തുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്നെ നീ ഉപയോഗിക്കണമേ, എനിക്ക് നീ കൃപാവരങ്ങളെ തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പിശാച് പറയും, കർത്താവേ അവനെ എന്തിനു കൊള്ളാം, അവൻ ഇന്നലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് പറയും, ക്ലെയിം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയെ അവൻ തടയും. അല്ലേ? ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്, പ്രാർത്ഥനയുടെ മറുപടിയെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞെന്ന്. തടയുമോ? തടയും. പ്രാർത്ഥനയുടെ മറുപടിയെ തടയും. എങ്ങനെയാണ് തടയുന്നത്? അവനത് തടയാൻ തക്കണം അവനൊരു ജെനുവനായിട്ടുള്ളൊരു റീസൺ ഉണ്ട്.
യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞില്ലേ, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ അവന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതൊന്നും എൻ്റെ കയ്യിലില്ല. മലയാളം ബൈബിൾ വായിച്ചാൽ അത് അത്ര വ്യക്തമായിട്ട് മനസ്സിലാകുകയില്ല. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നുണ്ട്. പക്ഷെ യേശുവിന് നല്ല ഉറപ്പുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു യേശുവിനെതിരെ വന്നാൽ നിന്നിൽ ഇന്ന തിന്മയുണ്ടെന്ന് പറഞ്ഞ് യേശുവിനെ കുടുക്കുവാൻ, അല്ലെങ്കിൽ അവന് നേരെ ക്ലെയിം ചെയ്യുവാൻ, അവനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ്റെ സാധനമൊന്നും യേശുവിൻ്റെ കയ്യിലില്ല. അപ്പോൾ സാത്താൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളോ പാപങ്ങളോ എന്തെങ്കിലും നമ്മുടെ കയ്യിലിരിപ്പിലുണ്ടെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ ക്ലെയിം ഉണ്ടാകും. അങ്ങനെയാണ് പിശാച് നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ അങ്ങനെയാണ് പിശാച് പലപ്പോഴും തടയുന്നെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, പിശാച് നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. വേദോസത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ ദൈവദൂതന്മാരുടെ സഭയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൗൺസിൽ റൂമിൽ നിന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. പഴയ ആഹാബ് രാജാവിൻ്റെ കാലത്തൊക്കെ ഒരു ചരിത്രമുണ്ടല്ലോ. ആഹാബ് രാജാവും അല്ലേ യഹോശാഫാത്ത് രാജാവും എല്ലാം കൂടെ യുദ്ധത്തിന് പോകുന്ന ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. മിഖ്യാവ് എന്ന് പറയുന്നൊരു പ്രവാചകൻ വന്നിട്ട് ദൈവത്തിൻ്റെ കൗൺസിൽ റൂമിൽ കണ്ട കാര്യങ്ങൾ പറയുന്നു. അവിടെ സാത്താൻ അവിടെ നിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ ശക്തി അവിടെ നിപ്പുണ്ട്. അവനാണ് ഈ ദുരന്തം കൊണ്ടുവരുന്നത് ഈ രാജാവിൻ്റെ മേലെ. അതുപോലെ തന്നെ മഹാപുരോഹിതനാകുന്ന ജോഷുവ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്ന കാര്യങ്ങൾ സക്രിയാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇയ്യോബിനെതിരെ ആരോപണങ്ങളുമായിട്ട് സാത്താൻ നിൽക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ദൈവമക്കൾക്കെതിരെയും ഇതുപോലെ സാത്താൻ ക്ലെയിം ചെയ്യും, അവകാശവാദങ്ങൾ ഉന്നയിക്കും. നിങ്ങൾ കുത്തിയിരുന്ന് 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുക, കർത്താവേ ഇന്ന കാര്യം നടക്കണം, മറുപടിയില്ല. സാത്താൻ പ്രാർത്ഥനയെ തടഞ്ഞിരിക്കുക. എങ്ങനെയാണ് തടയുന്നതെന്നറിയാം? പല വിധത്തിലാണ്. പിശാച് ഒരു കോർട്ടിൽ വാദിക്കുന്നത് പോലെ, ഒരു അഡ്വക്കേറ്റ് വാദിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെ വാദിക്കുക. നിങ്ങളുടെ എതിർഭാഗം വക്കീല പിശാചെന്ന് ചിന്തിക്കുക. അതൊരു നാണമില്ലാത്ത ഒരു വക്കീല് എന്തും പറഞ്ഞ് വാദിക്കും. നാണമുള്ള വക്കീലുമാരങ്ങനെ വാദിക്കത്തില്ല അല്ലേ? നമുക്കറിയാമല്ലോ, ചില വക്കീലുമാരുണ്ട് കേസ് ജയിക്കാൻ എന്തും പറയും. കേസ് ജയിക്കാൻ നിങ്ങൾക്കെതിരെ എന്തും പറയും. പിശാച് പറഞ്ഞു, ഫിനിയെ അനുഗ്രഹിക്കില്ല, ഫിനിയെ ഉപയോഗിക്കില്ല, കാരണം അവൻ്റെ വസ്ത്രത്തിൽ ചെളിയുണ്ട്. അപ്പോൾ ജോഷുവയുടെ വസ്ത്രം മാറ്റിയതുപോലെ കർത്താവ്, യേശു കർത്താവ് പറയും അല്ലേ, പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് മധ്യസ്ഥ കാണിക്കുക നമുക്ക് വേണ്ടി, ഇടിവിൽ നിൽക്കുക. വായിച്ചിട്ടില്ലേ? ആരെ? പുത്രൻ തമ്പുരാൻ. യേശു കർത്താവ് പിതാവിൻ്റെ വലതു ഭാഗത്ത് വെറുതെ ഇരിക്കുകയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഏതൊക്കെ മെസ്സേജിൽ പറഞ്ഞു, ശത്രുക്കളെ പാതവിടമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു സ്വർഗാരോഹണം ചെയ്തത് ഇവിടുത്തെ സാധാന്യ മണ്ഡലത്തെ ഭയന്നിട്ടൊന്നുമല്ല. എന്നോട് അങ്ങനെ ചോദിച്ച ആളുകളുണ്ട്, യേശു എന്ന ആൺകുട്ടിയെ, വെളിപ്പാട് പുസ്തകത്തിലെ ആൺകുട്ടിയെ പെട്ടെന്ന് എന്തിനാ അങ്ങ് എടുത്തത്? ഭയന്നിട്ടൊന്നുമല്ല. പിതാവ് പറഞ്ഞു എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുക. അതായത് ശത്രുക്കൾ മുഴുവൻ കാൽ കീഴാകുവോളം വലതു ഭാഗത്ത് ഇരിക്കുക. അപ്പോൾ പിശാച് ക്ലെയിം ചെയ്യുമ്പോൾ, ഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന ദൈവദാസനെതിരെ പിശാച് പോയി ക്ലെയിം ചെയ്യുമ്പോൾ, യേശു വലത് ഭാഗത്തിരുന്ന് മധ്യസ്ഥ അണയ്ക്കുക. എന്താ പറയുന്നതെന്നറിയാം? ഞാൻ അവൻ ചെയ്ത പാപങ്ങളെ എൻ്റെ രക്തം കൊണ്ട് കഴുകിയിരിക്കുക. അവൻ്റെ ജീവിത വസ്ത്രത്തിൽ പൊടി പുരണ്ടു എന്ന് പിശാച് പറയുമ്പോൾ, ആ പൊടി എൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ചു എന്നതിന് തെളിവ് കൊടുക്കുക യേശു. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കിടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു. പക്ഷേ നിങ്ങളന്ന് ആ ദിവസം തന്നെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പറഞ്ഞു, കർത്താവേ ഇന്നും എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം. യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കും. ഒന്നുകൂടി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ രക്തം നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ മാത്രമല്ല, ഇന്ന് ചെയ്ത പാപത്തെയും നാളെ ചെയ്യാനിരുന്ന പാപത്തെയും ഒക്കെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്. എങ്കിൽ മാത്രമേ നിത്യതയ്ക്ക് നമ്മൾ അവകാശിയാകത്തുള്ളൂ. സെൽഫ് റൈച്ചസ്നെസ് കൊണ്ട് ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ തയ്യാറാകുന്നെങ്കിൽ, പരദേശി മോക്ഷയാത്രയിലൊരു രംഗമുണ്ട്. യോർദാൻ ബോട്ടിൽ കയറി കടക്കാൻ ശ്രമിച്ച ഒരു വിരുദ്ധൻ്റെ കഥ പരദേശി മോക്ഷയാത്രയ്ക്ക് വായിക്കണം. സ്വയപ്രവർത്തികളുടെ കൊണ്ട് സ്വർഗത്തിലെത്തുകയാണ് കേട്ടോ. അവനകത്ത് പ്രവേശനം കിട്ടിയില്ല. അങ്ങനെ ബോട്ടിൽ കയറി സ്വയപ്രവർത്തി കൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ലെന്നർത്ഥം. നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, യേശുവിൻ്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ്.
ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം, അത് മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും യോഗ്യത. ഞാൻ നിങ്ങൾ വിശുദ്ധനായിരിക്കുന്നത് യേശുവിൻ്റെ രക്തം കൊണ്ടാണ്. ഞാൻ ബാക്ക് ടു ബൈബിളിൽ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മുടെ പ്രേക്ഷകർ ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് ഈ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. പിശാചൊരു നാണമില്ലാത്തവനാണ്. അവൻ ക്ലെയിം ചെയ്യും, ഇനി പാപിയാ, ഇന്നലെ ഇന്ന വാക്ക് പറഞ്ഞു, ഇങ്ങനെ ചിന്തിച്ചു. കേട്ടൊരു മിഷണറി കഥയുണ്ട്, ജോണിയുടെയും സണ്ണിയുടെയും കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കഥ വളരെ പോപ്പുലറായ കഥയാണ്. ജോണിയും സണ്ണിയും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവർ തമ്മിൽ വഴക്കുണ്ടായി. ജോണി സണ്ണിയെ ഉപദ്രവിച്ചു. സണ്ണി പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ നിൻ്റെ ഡാഡിയോട് പറയും. സണ്ണി ഓടി ജോണിയുടെ വീട്ടിൽ ചെന്നു, അണച്ച് കോളിംഗ് ബെല്ലടിച്ചു. ജോണിയുടെ കുറ്റങ്ങളൊക്കെ പറയാനാണ് ചെന്നിരിക്കുന്നത്. കഥ തുറന്ന് ജോണിയുടെ അപ്പൻ വന്നു. സണ്ണി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ സണ്ണി നോക്കുമ്പോൾ പപ്പായുടെ തൊട്ട് പുറകിൽ ജോണി നിൽപ്പുണ്ട്, ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്താ കാരണം? കാരണം സണ്ണി ഓടി വീട്ടിൽ വരുന്നതിന് മുമ്പേ ജോണിക്ക് തൻ്റെ വീട്ടിലോട്ടുള്ള കുറുക്ക് വഴി അറിയാം. ആ കുറുക്ക് വഴിയിലൂടെ ഓടി പപ്പായുടെ അടുക്ക ചെന്നിട്ടുണ്ട്, പപ്പ എന്നെ അടിക്കരുത്, എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചു. പപ്പ എല്ലാം അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സണ്ണി പറഞ്ഞിട്ടല്ല അറിയുന്നത്. പപ്പ എല്ലാം അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സണ്ണി പ്രതീക്ഷിക്കുന്നത് ഇപ്പം ജോണിയെ പപ്പ എടുത്തിട്ട് അടിക്കും. ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ സാത്താൻ നിങ്ങളെ കുറ്റം ചുമത്തുവാൻ വേണ്ടി ദൈവസന്നിധി ചെല്ലുമ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ കൃപയുടെ സിംഹാസനത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എനിക്ക് തെറ്റ് സംഭവിച്ചു. സാത്താൻ വലിയ കുറ്റം ചുമത്തില്ല. ഫിന്നി ഇന്നലെ അല്ലെങ്കിൽ ഇത്രാം തീയതി ഇന്ന മിനിറ്റിൽ പാപം ചെയ്തു, ഇന്ന തെറ്റാവെന്ന് സംഭവിച്ചത്. അപ്പോൾ പാപം എന്ന് പറയുമ്പോൾ വലിയ പാപമൊന്നും ആകണമെന്നില്ല. ഒരു ചിന്ത പോലും ദൈവസന്നിധി മലിനമായത് എന്തും, ഒരു വാക്കോ ഒരു നോട്ടമോ ഒരു പ്രവൃത്തിയോ പിശാച് കുറ്റം ചുമത്തുകയാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ സമയത്തെ റെക്കോർഡ് ദൈവം സാത്താനെ കാണിക്കുന്നത്. ഇതെൻ്റെ ഇമാജിനേഷനാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കില്ല അങ്ങനെ റെക്കോർഡുണ്ടെന്ന്. ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകമുണ്ട്, എല്ലാം റെക്കോർഡാണ്. അവിടെ നോക്കുമ്പോൾ ആ പേജിൽ കാണുന്നത് രക്തം വീണ് കിടക്കുന്നു. അവിടെ എഴുതിയതൊന്നും വായിക്കാൻ പറ്റുന്നില്ല. കാരണം രക്തം കൊണ്ട് അതിനെ മായ്ച്ചു. യേശുവിൻ്റെ രക്തം ശുദ്ധീകരിച്ചു. സാത്താൻ്റെ ക്ലെയിം ഇല്ലാതായി മാറി. അപ്പോൾ നാം ജയിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നാണംകെട്ട അഡ്വക്കേറ്റ് ഇവൻ എന്തും പറഞ്ഞ് ക്ലെയിം ചെയ്യും. നമ്മുടെ അനുഗ്രഹങ്ങളെ തടയാൻ വേണ്ടി ഇവൻ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇതുപോലെ നമുക്കെതിരെ നടത്തിയ എതിർ പ്രാർത്ഥനകൾ ദൈവസന്നിധി കൊണ്ടുവെക്കുക. ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗ് ആകട്ടോ കർത്താവിനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഫാസ്റ്റിംഗാണ്. ജോഷുവ ദൈവസന്നിധി നിന്ന പോലെ, കർത്താവേ ഞങ്ങൾ ആലയം പണിയാൻ വന്ന് നിൽക്കുക, കർത്താവ് നിൻ്റെ അനുഗ്രഹം വേണമെന്നൊക്കെയാണ് ജോഷുവ പറയുന്നത്. സാത്താൻ വന്നിട്ട് പറയുക, കർത്താവിൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിലെ മലിനത കണ്ടില്ലയോ എന്ന് പറയാൻ ആ സാത്താൻ വന്ന് നിൽക്കുന്നത് അല്ലേ. ഇവൻ പ്രാർത്ഥിക്കുന്നൊന്നും കേൾക്കല്ലോ കേട്ടോ. പക്ഷെ കർത്താവ് അവനെ ശുദ്ധീകരിച്ചു. എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തെ സാത്താൻ വന്നിട്ട് പറഞ്ഞു, കർത്താവെ അവനെ ഉപയോഗിക്കില്ല കേട്ടോ. കാരണം അവൻ്റെ സഭയിലെ പാസ്റ്റർ തന്നെ അവനെതിരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ക്ലെയിം, അവകാശവാദം. ആ അവകാശത്തിൽ ന്യായമുണ്ടോ? ശ്രദ്ധിക്കണമേ, പിശാച് നാണമില്ലാത്തവനാണെന്ന് പറഞ്ഞു അവൻ ക്ലെയിം ചെയ്യും. എൻ്റെ ആ വസ്തു ഞാൻ വിൽക്കാൻ ശ്രമിക്കുകയാണ്. സാത്താൻ പറയുന്നു വിൽക്കാൻ പാടില്ല, കാരണം അവൻ്റെ കൂട്ടുവിശ്വാസി തന്നെ അതിനകത്ത് ഒരുപാട് കോയിൻ പ്രാർത്ഥിച്ചിട്ടിട്ടുണ്ട്. സാത്താനാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. സാത്താൻ അവകാശവാദം പറയുക, ക്ലെയിം ചെയ്യുക. ഇനി അടുത്ത വിഷയം, അപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായാലും എങ്ങനെയാണ് ഈ ഒരു മണ്ഡലം വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതായത് പിശാച് എങ്ങനെയാണ് അവകാശം പറഞ്ഞ് നമ്മുടെ നന്മകളെ തടയുന്നത്, എതിർ പ്രാർത്ഥനകൾ എങ്ങനെയാണ് ഫലിക്കുന്നത്, എതിർ പ്രാർത്ഥനകൾ പിശാചിന് എങ്ങനെയാണ് നമ്മുടെ മേൽ അവകാശം സ്ഥാപിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള എതിർ പ്രാർത്ഥനകൾ വരുമ്പോൾ അതിജീവിക്കുവാനുള്ള സ്പിരിച്വൽ ക്വാളിറ്റി നമുക്കുണ്ടാകണം. അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, പാപങ്ങളെ യേശുവിൻ്റെ രക്തം കൊണ്ട് അതിജീവിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ആ ഒരു സമർപ്പണം ഉണ്ടാകണം. ഇനി കുറേ കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓടിച്ച് പറഞ്ഞു തരാം. അതിജീവിക്കുന്നത് എങ്ങനെ? ഒന്നാമത്, നിങ്ങളുടെ ശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധ ജീവിതം അതിജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ബിലിയാം എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ശാപം മുഴുവൻ ഇസ്രായേലിന് കിട്ടിയോ? കിട്ടിയില്ല. ഇവൻ പലരെയും ശപിച്ചിട്ടുണ്ട്, അന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടുവന്നിട്ട് നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല?
ആ വചനഭാഗം അറിയത്തില്ലേ? ഈ ബിലിയാം പറയുന്നുണ്ട്, എന്നെ ഈ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർത്ത്. പല ഭാഗത്തു നിന്ന് നോക്കി. അപ്പോൾ ബിലിയാമിൻ്റെ ഒരു പ്രശ്നം, എവിടെ നിന്ന് നോക്കിയാലും ഇവരുടെ പാളയം മനോഹരമാണ്, ശുദ്ധമാണ്. അപ്പോൾ ബിലിയാമിനറിയാം ഇവർക്ക് ശാപം ഏൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എതിർ പ്രാർത്ഥനകൾ, അല്ലേ? ബിലിയാമിൻ്റെ എതിർ പ്രാർത്ഥനയാണ് കേട്ടോ. ബിലിയാം യാഗമൊക്കെ കഴിക്കുക ഇസ്രായേലിനെതിരെ. ഇങ്ങനെയുള്ള എതിർ പ്രാർത്ഥനകൾ ഏൽക്കണമെങ്കിൽ ഇവരുടെ പാളയത്തിൽ അശുദ്ധി ഉണ്ടാക്കണം, ഇവരുടെ പാളയം വെടിപ്പല്ലായിരിക്കണം. പല ഭാഗത്തു നിന്ന് നോക്കിയതിന് കാരണം എന്തെന്നറിയാമോ? ഒരു റീസൺ പറഞ്ഞിട്ട് ശപിക്കാൻ. അതെ, ഇത് കണ്ടോ, ഇവൻ ശാപത്തിന് യോഗ്യനാണെന്ന് സാത്താൻ്റെ മൗത്ത് പീസായിട്ടാണ് ബിലിയാം പ്രവർത്തിക്കുന്നത്. സാത്താനും അങ്ങനെ ചെയ്യുന്നത്. ഫിനി അനുഗ്രഹിക്കില്ല കേട്ടോ. എന്തുകൊണ്ടെന്നാൽ ഫിന്നിക്കെതിരെ ഇന്നാരും ഒക്കെ ഭയങ്കര എതിർ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ പിന്നീട് ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറേ മാലിന്യം കിടക്കുന്നു. അത് കൂമ്പാരമായി കിടക്കുക. അത് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ, അതിനകത്ത് ജയമില്ല എങ്കിൽ, ആ എതിർ പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മുടെ മേൽ വരും. എതിർ പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മുടെ മേൽ വരും. അപ്പോൾ എതിർ പ്രാർത്ഥനകൾ എത്രയും ഉണ്ടാകട്ടെ, ജയിക്കാനുള്ള മാർഗം നിങ്ങളുടെ ജീവിതത്തിൽ ക്വാളിറ്റി ക്രിസ്ത്യൻ ലൈഫ് നയിക്കുക. അതായത് നല്ല വിശുദ്ധിയോട് വേർപാടോടുകൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിൻ്റെ പൊന്നുമോനായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കണ്ടേ? കർത്താവിൻ്റെ നല്ല കുഞ്ഞായിട്ട് ജീവിക്കണ്ടേ? പലപ്പോഴും കർത്താവിനെ കാണാൻ വരുന്ന ഒരു ഗസ്റ്റിനെ പോലെ, പലപ്പോഴും വന്ന് ഭിക്ഷ ചോദിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ പോലെ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മക്കളുടെ കാര്യമാണ് പറയുന്നത്. കർത്താവിൻ്റെ ഓമന പുത്രനായി നീ ജീവിച്ചാൽ, അവൻ്റെ മാറോട് ചാരി വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിച്ചാൽ, എതിർ പ്രാർത്ഥനകളുടെ അവകാശവാദത്തെ സ്വർഗത്തിലെ ദൈവം തന്നെ ക്യാൻസൽ ചെയ്യും. അത് ഫലിക്കത്തില്ല, അത് നിന്റെ മേൽ ഏൽക്കത്തില്ല. അപ്പോൾ ഒന്നാമത് വിശുദ്ധ ജീവിതം, ലൈഫ് ഓഫ് സെപ്പറേഷൻ, വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക. ബാഹ്യമായ വിശുദ്ധിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. ബാഹ്യമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യമായ വിശുദ്ധി വസ്ത്രധാരണം, പരീശന്മാരെ പോലെ വസ്ത്രം ധരിച്ച് നടന്നിട്ട് അകത്ത് അവർ ശവക്കല്ലറകളാണെന്ന് യേശു കർത്താവ് പറഞ്ഞത്. വെള്ളതേച്ച ശവക്കല്ലറകൾ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം അശുദ്ധി. വേഷഭക്തിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു കേട്ടോ. വേഷത്തിൽ ഭക്തന്മാരായി വിളങ്ങാൻ നമുക്ക് പറ്റും. വേഷത്തിൽ ഭക്തന്മാരായി വിളങ്ങാൻ പറ്റും. അവരെക്കുറിച്ചാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ട് പൗലോസ് പറഞ്ഞത്. വേഷഭക്തി, അല്ലേ? ആത്മിക ഗൗരവമുള്ള വിഷയങ്ങളെ ത്യജിച്ചിട്ട് ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവൾ. വേഷത്തിൽ ഭയങ്കര ഭക്തിയാണ്. എനിക്കറിയാവുന്ന ദൈവദാസന്മാരുണ്ട്, കണ്ടാൽ നമുക്ക് തോന്നത്തില്ല ഇദ്ദേഹം ഭയങ്കര കൃപയുള്ളവനാണെന്ന്. എനിക്കൊരു സഹോദരനെ അറിയാം. പണ്ടൊക്കെ എൻ്റെ ആദ്യകാല ശുശ്രൂഷ ചെയ്ത സഭയിൽ അദ്ദേഹം ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, ഒരു ജീൻസ് പാൻറ്റൊക്കെ ഇട്ട്, ഒരു മേൽമീശയൊക്കെ വെച്ച് നിൽക്കുന്ന സഹോദരൻ. നമ്മൾ കണ്ട ഓർക്കും ഇവൻ ഉഴപ്പനാണ്. പക്ഷേ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. രാത്രി കാലങ്ങളിൽ ദർശനങ്ങൾ, വെളിപ്പാടുകൾ കർത്താവ് കൊടുക്കും. ആളുകളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ വെളിപ്പെടും. വേഷഭക്തി അല്ല ഞാൻ പറയുന്നത്, വേഷഭക്തി അല്ല പറയുന്നത്. അകത്തുള്ളൊരു ഭക്തിയുണ്ട് കേട്ടോ. അകത്ത് ഭക്തി ഉണ്ടെങ്കിൽ പുറമേയും ഭക്തി വേണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. ഞാൻ പറയത്തില്ല എങ്ങനെ ദൈവമക്കൾ വസ്ത്രം ധരിച്ച് ജീവിക്കാനെന്ന് പറയുന്ന അത്തരം ഒരു ദൈവദാസനല്ല ഞാൻ. പക്ഷേ വേഷത്തിൽ കെട്ടുന്ന ഭക്തി കൊണ്ടല്ല, മറിച്ച് ആന്തരിക ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഇരിപ്പ് വെച്ച്, ദൈവവുമായിട്ടുള്ള ബന്ധം വെച്ച്, ലൈഫ് ഓഫ് സെപ്പറേഷൻ, പാപത്തോട് വേർപിരിഞ്ഞ് ജീവിക്കുന്നത്. പാപത്തോട് വേർപിരിക്കുക, അശുദ്ധിയോട് വേർപിരിക്കുക, അതുപോലെ തന്നെ ദുരുപദേശങ്ങളോട് വേർപിരിക്കുക. ഈ രീതിയിൽ വേർപാട്, ദുരുപദേശങ്ങളോട് വേർപെടണം കേട്ടോ. ദുരുപദേശങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അത് പിശാചിന് നമ്മുടെ മേൽ ക്ലെയിം കൊണ്ടുവരും. ദുരുപദേശങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ പിശാച് നമ്മുടെ മേൽ ക്ലെയിം ചെയ്യും. ഉദാഹരണത്തിന്, ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്തൊരു ഉപദേശം നിങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ നിങ്ങളെക്കുറിച്ച് ക്ലെയിം ചെയ്യും. അവനെ വിടുവിക്കല്ലോ കേട്ടോ. കാരണം അവൻ വചനത്തിന് വിരുദ്ധമായിട്ട് അവൻ വിശ്വസിക്കുന്നത്. വചനത്തിന് വിരുദ്ധമായിട്ട് വിശ്വസിക്കുന്നത്. അവനെ അനുഗ്രഹിക്കരുത്. സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, അന്യഭാഷാ ഭാഷണത്തിൽ വിശ്വസിക്കാത്ത വ്യക്തി, ദൈവത്തിൻ്റെ വചനത്തിലുള്ളതിൽ വിശ്വസിക്കാത്ത വ്യക്തി, അവനൊരു ദുരുപദേശം വിശ്വസിക്കുന്ന വ്യക്തിയാണ്, വചനത്തെ എതിർക്കുന്ന വ്യക്തിയാണ്, സത്യാരാധകനല്ല. കാരണം സത്യവചനത്തിലല്ല അവൻ്റെ നിലപാട്, അവൻ്റെ അടിസ്ഥാനം. ആ വ്യക്തി ചെന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സാത്താന് തടയാൻ കഴിയും. കാരണം അവൻ്റെ മേൽ ന്യായമായൊരു കാരണമുണ്ട്.
ഒരു ദുരുപദേശം അവൻ്റെ മേലുണ്ട്. പിശാചിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. തെറ്റായ ഉപദേശങ്ങളെ പുറത്താക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എഫേസോസ് സഭയ്ക്കൊക്കെ ദൂതെഴുതുമ്പോൾ റോങ് ഡോക്ട്രിൻ, തെറ്റായ ഉപദേശം, എഫേസോസ് സഭയോട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, അത് ഞാനും പകയ്ക്കുന്നു. അപ്പോൾ തെറ്റായ ഉപദേശങ്ങളെ മനുഷ്യർ മാത്രമല്ല സ്വർഗവും എതിർക്കുന്നു. ചില ഡിനോമിനേഷൻസ് തെറ്റായ ഒത്തിരി ഡോക്ടറിൻ പഠിപ്പിക്കുന്നു. അതിനെ നമ്മൾ പകയ്ക്കുന്നെങ്കിൽ നമ്മൾ മാത്രമല്ല സ്വർഗത്തിലെ ദൈവവും പകയ്ക്കുന്നു, ഞാനും അതിനെ പകയ്ക്കുന്നു. എനിക്കും അത് ഇഷ്ടമല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. റോങ് ഡോക്ട്രിൻ സാത്താൻ അവകാശം പറയാം. വേർപാട് വേണ്ടത്, അശുദ്ധിയോട് വേർപാട് വേണം, വിഗ്രഹാരാധനയോട് വേർപാട് വേണം, പിന്നെ റോങ് ഡോക്ട്രിൻ തെറ്റായ ഉപദേശങ്ങളോട് വേർപാട് വേണം. ഇങ്ങനെയുള്ള വേർപാടിൻ്റെ ജീവിതം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്നാണ് ബിലെയാം ആ ജനത്തെ നോക്കി കണ്ടു പറഞ്ഞത്. അതായത് വേർപാട്, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പലർക്കും അതിൻ്റെ ഡോക്ട്രിൻ എന്നറിയത്തില്ല. അവരുടെ ചിന്ത ഈ പറഞ്ഞ പുള്ളി മാറ്റി വെള്ള ആക്കിയാൽ അത് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ആണെന്ന്. അവരുടെ ചിന്ത ഈ പറഞ്ഞതുപോലെ അവിശ്വാസിയുമായിട്ട് മിണ്ടാതെ നടന്നാൽ അതാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. അല്ല കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസ് വ്യക്തമായിട്ട് ഇത് എഴുതി. നമുക്ക് ഒരു ലേഖനത്തിൽ പറയുന്നത്, അവിശ്വാസിയുടെ കടയിൽ നിന്ന് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുമോ ഈ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ കൊണ്ടേ? പൗലോസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോകേണ്ടി വരും. അവിശ്വാസിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാത്തതല്ല ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങ് ഭക്തി കൂടിയിട്ട് അവർ നമ്മുടെ വിശ്വാസികൾ അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാവുള്ളൂ എന്നുപോലും ചിന്തിക്കുന്ന ആളുകൾ അല്ലേ? ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ അല്ലത്. പൗലോസ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ എടുത്തോണ്ട് പോകേണ്ടി വരും. അവിശ്വാസിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുക, അവൻ്റെ വണ്ടിയെ കയറാം, കൊടുക്കൽ വാങ്ങലുകൾ നടത്താം, പക്ഷെ അവൻ്റെ പാപത്തിന് പങ്കാളിയാകാതിരിക്കുക. അവൻ്റെ പാപം, അവൻ ചെയ്യുന്ന പാപം നമ്മുടേതാകാതിരിക്കുക, ഈ ലോകത്തിന് അനുരൂപപ്പെടാതിരിക്കുക. വിശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന എതിർ പ്രാർത്ഥനകളെ നിങ്ങളുടെ വിശുദ്ധി തന്നെ തടയും, നിങ്ങളുടെ വേർപാടിൻ്റെ ജീവിതം തന്നെ തടയും. സോ ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. എല്ലാവരും, എല്ലാ ദൈവമക്കളും വിശുദ്ധിയോട് ജീവിക്കട്ടെ. കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും അസൂയപ്പെടുന്നെങ്കിൽ ആ അസൂയയുടെ എതിർ വാക്കുകൾ, എതിർ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഫലിക്കുകയില്ല. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എനിക്കെതിരെ ഭയങ്കര അസൂയ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ അസൂയ. ഉണ്ടാകാം, ശുശ്രൂഷയ്ക്കെതിരെ ഒത്തിരി അസൂയപ്പെടുന്നവരുണ്ടാകാം. അത് നമ്മുടെ ശുശ്രൂഷയെ തടയാൻ സാത്താൻ ഉപയോഗിക്കും, ക്ലെയിം ചെയ്യും. ഇന്നാർക്കും ഭയങ്കര അസൂയ ഫിനി പാസ്റ്റർ ശുശ്രൂഷയോട്. ഞാൻ എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ, അയ്യോ ഇനി എൻ്റെ ശുശ്രൂഷ വളരത്തില്ലേ, ദേവദാസന്മാർ വന്ന് ദൂത് പറഞ്ഞിട്ടില്ലേ, മോടെ പഠിത്തത്തോട് ഭയങ്കര അസൂയ കേട്ടോ സിസ്റ്ററെ, പ്രാർത്ഥിച്ചോണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ആ അസൂയ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയെ തകർക്കുന്നതാണോ? അതൊക്കെ സാത്താൻ, നാണമില്ലാത്തവൻ, അവൻ പറയുന്ന ക്ലെയിമാ. അവൻ പറയുക ഇന്നാർക്കൊക്കെ ഇദ്ദേഹത്തോട് വലിയ അസൂയ കേട്ടോ. കണ്ടില്ലേ, ആ വ്യക്തി ശുശ്രൂഷയിൽ വളർന്നു വരുമ്പോൾ ബാക്കി ദൈവമക്കൾ തന്നെയാണ് അദ്ദേഹത്തോട് കുശുമ്പോടുകൂടി ചിന്തിക്കുന്നത്, അസൂയോടുകൂടി ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവനെ മുന്നോട്ട് വിടാൻ പാടില്ല. നാണം കെട്ട വക്കീലിൻ്റെ ക്ലെയിമാ. നാണം കെട്ട, ഈ ഏറ്റവും മോശപ്പെട്ട കേസ് പിടിക്കുന്ന വക്കീലുമാരില്ലേ, ഞാൻ ആരുടെ പേര് പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ, ഏറ്റവും മോശപ്പെട്ട കേസ് പിടിക്കുന്ന വക്കീൽ. ആ കേസ് ജയിക്കാൻ വേണ്ടി എന്തും അവൻ പറയും. അവരുടെയൊക്കെ പാപ്പായാണ്, അവരുടെയൊക്കെ വല്യപ്പനാണ് സാത്താൻ. കാരണം ഏറ്റവും മോശപ്പെട്ട കേസ് അവൻ പിടിക്കുന്നത്. പിടിച്ചിട്ട് അവൻ എന്തും വാദിച്ചു കളയും, നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടുക്കാൻ, നിങ്ങളുടെ വളർച്ചയെ തടുക്കാൻ എന്തും പറഞ്ഞു കളയുന്ന മോശപ്പെട്ട വക്കീൽ. അവൻ പറയും ഇന്നാർക്കൊക്കെ അസൂയ. പക്ഷെ എങ്ങനെ ജയിക്കുന്നതെന്നറിയാമോ? ദൈവാത്മാവിനെ പഠിപ്പിച്ചൊരു പാഠം ഞാൻ നിങ്ങളോട് പറയാം. അസൂയയെ എങ്ങനെ ജയിക്കാം, എന്നെ പഠിപ്പിച്ച പാഠം. നിങ്ങളോട് ആളുകൾ അസൂയപ്പെടുമ്പോൾ തിരിച്ച് അസൂയപ്പെടരുത്, തിരിച്ച് വാദിക്കരുത്. ദൈവം എന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നൊന്ന് അഹങ്കരിക്കരുത്. അസൂയയെ ജയിക്കണമെങ്കിൽ, അസൂയയുടെ എതിർ പ്രാർത്ഥനകൾ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ എളിമയുള്ള വ്യക്തിയായിരിക്കണം. വലിയ എളിമ. ഞാൻ പൊടിയാണ്, നിങ്ങൾ എന്നേക്കാൾ മഹാന്മാരാണ്. നിങ്ങൾക്കെതിരെ ഒരാൾ അക്യൂസ് ചെയ്യുമ്പോൾ, അസൂയയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയണം, അച്ഛാനുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഞാൻ ഒന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് വലിയ ദൈവമക്കളാണ്.
എനിക്കൊരു യോഗ്യതയുമില്ല, ഞാനൊക്കെ ചെയ്യുന്ന ദൈവപ്രവൃത്തിയൊക്കെ വളരെ ചെറുതാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും ദൈവപ്രവൃത്തി. ഒന്ന് എളിമപ്പെടുക. അത് കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഫ്രം യുവർ ഹാർട്ട് എളിമപ്പെട്ട് പറയണം, ഞാനിത് പഠിച്ചത് ജോസഫിൽ നിന്നും ഗിദെയോനിൽ നിന്നുമൊക്കെയാണ്. ജോസഫിനോട് ഗോത്രപിതാക്കന്മാർ അസൂയപ്പെട്ടു അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്ന് വചനം പറയുന്നു. അങ്ങനെ അസൂയപ്പെട്ട് വിറ്റുകളഞ്ഞു അല്ലേ? നമ്മുടെ ഭാഷയിൽ എതിർ പ്രാർത്ഥനയായിരുന്നു. ഈ സ്നേഹിതന്മാർ, ഈ സഹോദരന്മാർ, അസൂയപ്പെട്ടവരൊക്കെ ചിന്തിച്ചത് ഇവൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരില്ലെന്ന്. പക്ഷേ ജോസഫിൻ്റെ മനസ്സിൽ ഇത്രയും പോലും പ്രതികാരമില്ലായിരുന്നു, വൈരാഗ്യമില്ലായിരുന്നു, അസൂയയില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ റിവെഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ, പ്രതികാരമുണ്ടായിരുന്നെങ്കിൽ, അസൂയ ഉണ്ടായിരുന്നെങ്കിൽ ജോസഫ് ചരിത്രത്തിൽ ഒന്നുമാകത്തില്ലായിരുന്നു. പക്ഷേ ആ എതിർ പ്രാർത്ഥന വിജയിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളത് ചൊല്ലി ഒന്നും സങ്കടപ്പെടണ്ട. നമുക്ക് നമ്മുടെ കുട്ടികൾക്കും ഇന്ന് വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് മുൻപേർ നമ്മളെ വിടുവിക്കാൻ ദൈവം എന്നെ മുന്നമേ അയച്ചതാ. നിങ്ങളുടെ അസൂയയല്ല കാരണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എളിമപ്പെട്ടു. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പദ്ധതിയും അവൻ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അന്ന് അസൂയപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എളിമപ്പെട്ടു. ഗിദെയോനെ നോക്ക്, ഗിദെയോൻ യുദ്ധത്തിന് പോയി. ഗിദെയോൻ കാഹളം അയച്ച്, ഗിദെയോൻ അല്ലേ കാഹളം ഊതി വിളിച്ചപ്പോൾ 32,000 പേര് വന്നു. അതിനെ 300 മാറ്റി. അന്ന് കാഹളം ഊതിയപ്പോൾ വരാത്ത കുറെ പുള്ളികളുണ്ട്. എഫ്രീമിയരാണ് അവർ, എഫ്രീം ഗോത്രക്കാർ. യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഗിദെയോൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നീ നല്ല പണിയാണ് കാണിച്ചത്, ഞങ്ങളെ വിളിച്ചില്ല. വിളിച്ചതല്ലേ, കാഹളം ഊതിയതല്ലേ, കേട്ടവരൊക്കെ വരണ്ടായോ? വിളിച്ചില്ല എന്ന് ഇവർ പറഞ്ഞു. കാരണം എന്താ? ഈ ആദ്യം കാഹളം ഊതിയപ്പോഴേ എല്ലാവർക്കും പേടിയായിരുന്നു. ധൈര്യശാലികളാണ് 32,000 വന്നത്, ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. അന്ന് കുറേ പുള്ളികൾ പറഞ്ഞു, ഇവൻ ഗിദെയോൻ അവനാരാ, അവൻ കാഹളം ഊതി നമ്മളെല്ലാം കൊണ്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാലേ പിന്നെ ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന പാർട്ടികൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂടുകയാണ്. കാരണം ജയിച്ചില്ലേ, ക്രെഡിറ്റ് വേണം. ഇവർക്കിപ്പോൾ സങ്കടം, ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയില്ലെന്നുള്ളതാ. ഏതേ ഈ യുദ്ധത്തിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഭയങ്കര അസൂയ ഗിദെയോനോട്. ഗിദെയോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്ത് ശരിയായില്ല കേട്ടോ, ഞങ്ങളെ കൂടെ യുദ്ധത്തിന് വിളിക്കണമായിരുന്നു. വിളിച്ചതല്ലേ, എന്താ വരഞ്ഞത്? അന്ന് ചിന്തിച്ച് യുദ്ധം ജയിക്കത്തില്ലെന്ന്. ഇപ്പം ജയിച്ചു കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് ഞങ്ങൾക്കില്ലെന്നുള്ള സങ്കടത്തിൽ അസൂയപ്പെടുകയാണ്. ഗിദെയോൻ എന്താ മറുപടി പറഞ്ഞെന്നറിയാം? ഗിദെയോൻ പറഞ്ഞു, ഞാൻ എടുക്കുന്ന വിളവെടുപ്പ്, അവൻ്റെ കുടുംബപ്പേര് പറഞ്ഞിട്ട് പറയാം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളവെടുപ്പ് എഫ്രീമ്യരുടെ കാലാപിറക്കുന്ന അത്രയും പോലുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ചെറുതാകട്ടോ, ഞാൻ ചെയ്തത് വളരെ ചെറുതാകട്ടോ, നിങ്ങളൊക്കെ ചെയ്തതുമായിട്ട് നോക്കിയാൽ ഇതെന്താ, ഇതൊന്നുമല്ല. അല്ലാതെ പറഞ്ഞില്ല ഞാൻ കാഹളം ഊതിയതല്ലേ, വിളിച്ചപ്പോൾ വരണ്ടായിരുന്നോ, അന്ന് നിങ്ങൾ വരാത്തോണ്ടല്ലയോ എന്നുവെല്ലാം പറഞ്ഞോ? ഇല്ല. ഗിദെയോൻ പറഞ്ഞു, ഞാൻ എളിമപ്പെടുകയാ, നിങ്ങൾ മഹാശ്രേഷ്ഠന്മാരാ, നിങ്ങൾ എന്നെക്കാട്ടിൽ മിടുക്കന്മാരാ. എൻ്റെ ഈ വലിയ ജയം, ഈ വലിയ ഹാർവസ്റ്റ് നിൻ്റെ കാലാപറക്കിയ കിട്ടുന്ന അത്രയും പോലുമില്ല. അപ്പം നിൻ്റെ ഹാർവസ്റ്റ് എന്തായിരിക്കും? എളിമപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു പാഠം. ഏറ്റവും വലിയ ക്വാളിറ്റി ദൈവദാസന്മാർക്കുണ്ടാകേണ്ടത് വിനയമാണ്, എളിമയാണ്. നിങ്ങളെ ആളുകൾ പരിഹസിക്കുമ്പോൾ, അസൂയപ്പെടുമ്പോൾ എളിമപ്പെട്ടാൽ ആ അസൂയ നിങ്ങളുടെ മേൽ ഫലമാകത്തില്ല. നിങ്ങൾ കൂടുതൽ താഴ്മയുള്ളവരായിരിക്കുമ്പോൾ അസൂയയുടെ ആ ക്ലെയിമെല്ലാം പോയിട്ട് സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കാൻ, സ്വർഗം നിങ്ങളെ ഉയർത്താനിടയായി തീരും. അതുകൊണ്ട് വചനം പറഞ്ഞത് തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും. ഇനിയും നിങ്ങൾക്കെതിരെ ക്രോധം, കോപം, വൈരാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സാത്താൻ ക്ലെയിം ചെയ്യും, ഇന്ന പാസ്റ്റർക്കെതിരെ അവനെ അനുഗ്രഹിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ സാത്താൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നാണം കെട്ട വക്കീൽ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് തിന്മയായി പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുക. കർത്താവെ, ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പലപ്പോഴും നമ്മളെ എതിർക്കുന്ന ആളുകൾ പലരും ഉണ്ടാകാം, അറിഞ്ഞോ അറിയാതെയോ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. ഞാൻ ആരാന്നറിയാത്തവർ പോലും ചിലപ്പോഴൊക്കെ എതിർക്കും, പരിഹസിക്കും, അല്ലേ, നീ ആരടാ എന്നൊക്കെ ചോദിക്കും. അപ്പം മാനുഷികമായിട്ട് നമ്മുടെ ജഡത്തിൽ ഒരു വിഷമം ഉണ്ടാകും. കർത്താവെ, ഇവർക്ക് അറിയത്തില്ല എൻ്റെ സ്പിരിച്വൽ സ്റ്റാൻസിനെ കുറിച്ച്, എൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്, എൻ്റെ വിളി ഒന്നും അറിയാത്തവർ എതിർക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ടാകും, കർത്താവേ,
ഇവനെ ഒന്ന് പഠിപ്പിക്കണേ, ഞാൻ ആരാന്ന് ഉണ്ടാകത്തില്ലേ? പക്ഷേ ഞാൻ ബലം പിടിച്ച് അങ്ങനെയുള്ള പ്രാർത്ഥനകളെ അവോയ്ഡ് ചെയ്തിട്ട് ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ചിട്ട്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ക്ഷമിച്ചിട്ട്, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒത്തിരി ദ്രോഹിച്ചവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുമ്പോൾ, കർത്താവേ എന്നെ സഹായിക്കണം, കർത്താവേ എന്നെ സഹായിക്കണം, ക്ഷമിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നെ ക്ഷമിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ക്ഷമിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചിന്ത കൊണ്ട് പോലും അവരുടെ മേലൊരു അനർത്ഥം വരാൻ ഇടയായി തീരരുത് എന്ന് പ്രാർത്ഥിക്കും. ഒരു ചിന്തയിൽ പോലും വരില്ല അവർക്കൊരു അനർത്ഥം വരുന്നതായിട്ട്. അവരുടെ അനർത്ഥത്തിൽ സന്തോഷിക്കാൻ അല്പം പോലും ഇടയായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കണ്ടാൽ മനസ്സിലൊരു തൃപ്തി, എന്നെ എതിർത്തവനാകട്ടോ, അങ്ങനെ പോലും വരാതിരിക്കാൻ സൂക്ഷിക്കും. ദൈവമക്കളെ, ക്ഷമിക്കുക, ഹൃദയപൂർവ്വം ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിച്ചാൽ സ്വർഗം ക്ഷമിക്കും. കൽവർ ക്രൂശിൽ കിടന്ന് യേശു കർത്താവ് അതാ പറഞ്ഞത് കേട്ടോ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കട്ടെ. അങ്ങനെ ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വഴിയിൽ സ്വർഗത്തിന് പ്രസാദം തോന്നും. വചനം പറയുന്നു, ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ തൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. വിശ്വസിക്കും നിങ്ങൾ അങ്ങനെ ക്ഷമിക്കുന്ന, അങ്ങനെ സമർപ്പിതമാകുന്ന, ദൈവത്തിന് ഹിതമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ക്രോധവും അസൂയയും ഒന്നും ഫലിക്കത്തില്ല. ദൈവം നിങ്ങളുടെ ശത്രുക്കളെപ്പോലും നിങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവന്ന് നിങ്ങളോട് ചേർത്ത് നിർത്തുവാനിടയെത്തിരും. സാത്താൻ നാണം കെടും. നിങ്ങൾ തമ്മിലടിക്കുന്ന കാണാനായിരുന്നു പിശാചിൻ്റെ ഇഷ്ടം. ഇപ്പം നിങ്ങൾ ഏതാണ്ട് രണ്ടുപേരും ഭായിയായി കഴിഞ്ഞു, രണ്ടുപേരും ഒന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. സാത്താനെ നമുക്ക് തോൽപ്പിക്കണം കേട്ടോ. പരസ്പരം ക്ഷമിക്കുന്നതിലൂടെ, എളിമപ്പെടുന്നതിലൂടെ, വിശുദ്ധിയിലൂടെ, സഭ ഒന്നിക്കുന്നതിലൂടെ സാത്താനെ നമുക്ക് തോൽപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ മെസ്സേജസിൻ്റെയൊക്കെ ലക്ഷ്യം നല്ല ആത്മീയ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ എഴുന്നേറ്റ് വരണം എന്നുള്ളതാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.